Hello friends, welcome to Mom's Indian Recipes Cooking. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു അടിപൊളി സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ. സാധാരണ ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്ന റെസിപ്പിയാണ്, പക്ഷേ നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിനകത്താണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് പെപ്പറും ജിഞ്ചറും ഗാർലിക്കും, ഇത് മൂന്നും കൂടെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഈ ചിക്കൻ പീസസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ സോസ് എൻ്റെ റെസിപ്പിയിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. വീട്ടിലുണ്ടാക്കിയ സോസാണ്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ തന്തൂരി ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ മസാല നല്ലോണം ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെക്കണം. 1 or 1.5 hour ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഞാനിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എയർ ഫ്രയർ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ എയർ ഫ്രയർ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ പ്ലഗിൽ കുത്തി കൊടുത്താൽ മതി. സ്വിച്ച് ഓണും ഓഫും ചെയ്താൽ മതി. ഈ ബട്ടൺ ടൈം സെറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് താഴത്തെ ടെമ്പറേച്ചർ സെറ്റിംഗ്. ഇതാ അതിൻ്റെ ടിന്ന്, നമ്മൾ ചിക്കൻ ബ്രെസ്റ്റ് പീസസ് വെക്കുന്നത് ടിന്നാണ്. ആ ബട്ടണെ അമക്കിയാൽ നമുക്ക് ടിന്ന് ഊരിയെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ചിക്കൻ ബ്രെസ്റ്റ് പീസസ് ഇട്ടിട്ട് അതുപോലെ തന്നെ ആ ഹോളി ഇങ്ങനെ അടച്ച് വെച്ച് അത് അങ്ങോട്ട് എയർ ഫ്രയറിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് ഓണാക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ചിക്കൻ ബ്രെസ്റ്റ് പീസസ് വെച്ച് കൊടുക്കാം എയർ ഫ്രയറിനകത്ത്. നമ്മളുടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളുടെ ചിക്കൻ ബ്രെസ്റ്റ് പീസസ് എടുത്ത് ഇനി എയർ ഫ്രയറിനകത്തോട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ മേലിൽ സ്വല്പം ഒലീവ് ഓയിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എയർ ഫ്രയറിൽ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 1 സ്പൂണോ 2 സ്പൂണോ ഇങ്ങനെ മേളിൽ നിന്ന് തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിനകത്തോട്ട് കയറ്റി വെക്കാം. ഇനി നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 15 മിനിറ്റ്സിൻ്റെ ടൈമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ 200 ഡിഗ്രി. ഇത് നമ്മളുടെ 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചിക്കൻ ബ്രെസ്റ്റ് പീസിൻ്റെ ടോപ്പ് പോർഷൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടണം. എയർ ഫ്രയറിൽ മേൽഭാഗം ആദ്യം വേകുന്നത്, പിന്നെ അത് മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ സ്വല്പം പിന്നെ ഇച്ചിരി ഓയിൽ ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഇങ്ങനെ തളിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പിന്നെയും എയർ ഫ്രയറിൽ അതുപോലെ തന്നെ 15 മിനിറ്റ്സും 200 ഡിഗ്രിയിലും വെച്ച് കൊടുക്കണം. അപ്പം നമ്മളുടെ ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടത്തിൽ ബെൽ ബട്ടണും പ്രസ് ചെയ്യണേ. ഇനി നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.